നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായിക്ക് ദാസ്യപ്പണി ചെയ്യുന്ന ഒരു ചീഫ് സെക്രട്ടറിക്കും വിരമിച്ചാലും വീട്ടിലിരിക്കേണ്ടി വരില്ല. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിമാരെയെല്ലാം തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ വീണ്ടും വലിയ ശമ്പളത്തിൽ നിയമിക്കുക പിണറായി വിജയന്റെ പതിവാണ്. ഇപ്പോൾ വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിക്കും പുതിയ കസേര ഓഫർ ചെയ്തിരിക്കുകയാണ് പിണറായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശമ്പളമോ 6 ലക്ഷം രൂപയും. ഒരിക്കലും വിരമിക്കാത്ത ചീഫ് സെക്രട്ടറിമാരാണ് പിണറായി വിജയന് ഏറ്റവും ഇഷ്ടമുള്ളവർ. പ്രായം കഴിഞ്ഞാൽ കനത്ത ശമ്പളവും ഉന്നത പദവിയും പിണറായിയുടെ അത്തരം ദാസന്മാർക്ക് നൽകും. ചീഫ് സെക്രട്ടറി എന്നാൽ ഒരിക്കലും വിരമിക്കാത്ത ഉദ്യോഗസ്ഥനാണോ എന്ന് സംശയം തോന്നിയാൽ പോലും അതിൽ തെറ്റു പറയാനാവില്ല. വിരമിക്കുന്നതിന്റെ അടുത്ത ദിവസം തന്നെ പിണറായി ഉന്നത പദവി അവർക്ക് നൽകും. ശമ്പളവും പെൻഷനും എല്ലാം തന്നെ നൽകും. ഏകദേശം 6 ലക്ഷം രൂപ മാസ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യും. എന്നാൽ പിണറായി വിജയൻ ഒരു നിബന്ധന ഉണ്ട് എന്ന് മാത്രം. ചീഫ് സെക്രട്ടറി കസേരയിൽ ഇരുന്നാലും മുഖ്യമന്ത്രിയുടെ വിനീത വിധേയനാകണം എന്ന് മാത്രമാണ് അതിനുള്ള നിബന്ധന. ഇത്തവണ ആ കോൾ അടിച്ചിരിക്കുന്നത് ഡോക്ടർ വി വേണുവിനാണ്. ഈ മാസം 31 വിരമിക്കുന്ന ഡോക്ടർ വി വേണുവിന് പിണറായി ഗംഭീര പോസ്റ്റാണ് ഓഫർ ചെയ്തിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച പഠനവും നയരൂപീകരണത്തിനുമായി കേരളം പുതിയ കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫയലുകൾ പരിസ്ഥിതി വകുപ്പിൽ നിന്ന് ഇപ്പോൾ ചലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഫയൽ ചലിച്ചു തുടങ്ങിയപ്പോഴേ ഇതേതോ ചീഫ് സെക്രട്ടറി ഇരുത്താനുള്ള പോസ്റ്റ് ആണല്ലോ എന്ന് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ആ കസേര ഡോക്ടർ വേണുവിന് പാകമായാണ് പിണറായി ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ശമ്പളവും പെൻഷനും ഒരുമിച്ച് വേണുവിന് കിട്ടുമോ എന്ന് വ്യക്തമായിട്ടില്ല. മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്ക് ശമ്പളവും പെൻഷനും അടക്കം 6 ലക്ഷം രൂപയാണ് പിണറായി നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വേണുവിനും ഏതാണ്ട് 6 ലക്ഷം രൂപ കിട്ടുമെന്നാണ് ലഭിക്കുന്ന സൂചന. വേണു വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി കസേര ഭാര്യ ശാരദാ മുരളീധരൻ നൽകും. അങ്ങനെയും ഇരട്ട ലാഭമാണ് വേണുവിന്. ശാരദയ്ക്ക് 2025 ഏപ്രിൽ വരെയും ഇനി കാലാവധിയുമുണ്ട്. അതിനുശേഷം ശാരദയ്ക്കും ഇതുപോലെ ലക്ഷങ്ങൾ നൽകി കസേര പിണറായി ഒരുക്കി കൊടുക്കും, സേഫ് ആക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസേരകൾ ഒന്നും ഒഴിവില്ലെങ്കിൽ പോലും വേണുവിന്റേതുപോലെ പുതിയ കസേര ശാരദയ്ക്കും കൊടുക്കേണ്ടി വരും. വർഷങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങളുടെയും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെയും ഒക്കെ ചുമതല ശാരദയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ശാരദയ്ക്ക് വേണ്ടി മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാൻ ചിലപ്പോൾ ഒരു കമ്മീഷനെ പോലും പിണറായി ഒരുക്കിയാൽ പോലും അതിൽ അതിശയോക്തി ഉണ്ടാവാൻ സാധ്യതയില്ല. 2018 ചീഫ് സെക്രട്ടറി കസേരയിൽ നിന്ന് വിരമിച്ച KM എബ്രഹാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴും ഇരുന്ന് ഭരണം നിയന്ത്രിക്കുകയാണ്. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറിമാരെ ഇരുത്തേണ്ട കസേരയെക്കുറിച്ച് പിണറായിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ വേണുവിനെ, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നയരൂപീകരണവും ചർച്ചയും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിൽ വിഷയമാകുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ്. വയനാട് പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ വലിയ രീതിയിൽ സാധ്യതകളുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ വേണുവിനെ നൽകിയിരിക്കുന്നത്. അത് പിണറായി വിജയൻ തന്റെ പദവി ഊട്ടിയുറപ്പിക്കാനും തന്നിൽ നിന്ന് ആരും മാറിപ്പോകാതിരിക്കാനും തന്റെ ആ അപ്രമാദിത്യം അവിടെ ഉറപ്പിക്കാനുമാണ് ഇത്തരത്തിലുള്ള സീറ്റുകൾ വീണ്ടും ചീഫ് സെക്രട്ടറിമാർക്ക് നൽകുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട്.